വിഭാഗമായ കപ്പികളുടെ പ്രവർത്തനം ബോധ്യപ്പെടുത്തുന്ന ഒരു പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. കപ്പി നമുക്ക് എത്രമാത്രം യാന്ത്രിക ലാഭം ഉണ്ടാക്കി തരുന്നുവെന്ന് ഈ പരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ യഥാർത്ഥ കപ്പി ഉപയോഗിക്കുന്നില്ല, ഇംപ്രൊവൈസ് ചെയ്ത് നാം കപ്പി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഈ ബക്കറ്റിൽ വെള്ളമുണ്ട്. ഇതിന്റെ ഭാരം നമുക്ക് ഈ സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ച് തൂക്കി നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ റീഡിങ് കാണുന്നുണ്ടാകും. 800 ഗ്രാമാണ് ഈ ബക്കറ്റിലെ വെള്ളത്തിന്റെ ഭാരം. ഇനി നമുക്ക് ഈ ബക്കറ്റിനെ ഈ സ്റ്റാൻഡിന്റെ ചുവട്ടിൽ കൊണ്ടുവെക്കാം. അതിന്റെ പിടിയിൽ കെട്ടിയിരിക്കുന്ന കയറ് ഞാൻ ഈ മുകളിലുള്ള ബാറിലൂടെ കോർത്ത് ബക്കറ്റിന്റെ പിടിയിലൂടെ ഒന്നുകൂടി ചുറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ കയറിന്റെ അറ്റത്ത് പിടിച്ച് ഇങ്ങനെ ബക്കറ്റിനെ ഉയർത്താൻ സാധിക്കും. ഈ കയറിന്റെ അറ്റത്ത് നമുക്ക് ഈ സ്പ്രിംഗ് ത്രാസ് ബന്ധിച്ച് ഇതിൽ പിടിച്ച് ബക്കറ്റിനെ ഉയർത്തി നോക്കാം. അന്നേരം നേരത്തെ കാണിച്ച 800 ഗ്രാം ഭാരം തന്നെയാണോ കാണിക്കുന്നത് എന്ന് നിരീക്ഷിക്കാം. നോക്കൂ, ബക്കറ്റ് ഉയർന്നു വരുമ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇപ്പോൾ 400 ഗ്രാമാണ്. ഒന്നുകൂടി നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ഭാരം കുറഞ്ഞത്? നാം കയർ ഈ ബക്കറ്റിന്റെ പിടിയിലൂടെ ചുറ്റിയെടുത്തപ്പോൾ ഇവിടെ ഒരു ചലിക്കുന്ന കപ്പി രൂപപ്പെട്ടു. ഇത് ചലിക്കുന്ന കപ്പിയെ പോലെ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഭാരം പകുതിയായി കുറഞ്ഞത്. ഇവിടെ നാം ഒരു തവണയാണ് ചുറ്റിയത്, അതുകൊണ്ട് ചലിക്കുന്ന ഒരു കപ്പിയുടെ ഇഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടായത്. ചലിക്കുന്ന ഒരു കപ്പി വന്നപ്പോൾ ഭാരം പകുതിയായി കുറഞ്ഞു. നാം കയർ ഒന്നുകൂടി ചുറ്റിയെടുക്കുകയാണെങ്കിൽ വീണ്ടും ഭാരം കുറയും. അതേസമയം ചലിക്കുന്ന കപ്പി ഇല്ലാതെ ഇപ്പോൾ ഇവിടെ കപ്പി ചലിക്കുന്നില്ല, കാരണം ഈ പിടിയെ നാം ചുറ്റിയെടുത്തിട്ടില്ല. ഈ സമയത്ത് ഈ സ്പ്രിംഗ് ത്രാസ് കാണിക്കുന്ന ഭാരം നമുക്ക് നോക്കാം. നോക്കൂ, ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന യഥാർത്ഥ ഭാരമായ 800 ഗ്രാമിനേക്കാൾ കൂടുതൽ 1 കിലോ ഭാരമാണ് ഇവിടെ കാണിക്കുന്നത്. ആക്ച്വലി ഇതിന് 800 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് എങ്ങനെയാണ് 200 ഗ്രാം കൂടിയത്? അത് ഇവിടെയുള്ള ഘർഷണം കൊണ്ടാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു കപ്പി മാത്രം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും യാന്ത്രിക ലാഭം ഉണ്ടാകുന്നില്ല. പലപ്പോഴും യാന്ത്രിക നഷ്ടമാണ് ഉണ്ടാവുക. കാരണം കപ്പിയിൽ ഉണ്ടാകുന്ന ഘർഷണം ചലന വേഗത്തെ പ്രതികൂലമായി ബാധിക്കും. അതാണ് നാം ഇവിടെ കണ്ടത്. 800 ഗ്രാമുള്ള ഈ ബക്കറ്റിലെ വെള്ളം 1 കിലോഗ്രാമായി വർദ്ധിച്ചത് ഇവിടെ ഉണ്ടായ ഘർഷണം കൊണ്ടാണ്. അതേസമയം നാം കയർ ചുറ്റിയെടുത്തപ്പോൾ ഒരു ചലിക്കുന്ന കപ്പി രൂപപ്പെട്ടു. അങ്ങനെ ഭാരം പകുതിയായി മാറി. അപ്പോൾ ചലിക്കുന്ന കപ്പികളാണ് യാന്ത്രിക ലാഭം ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കാം. അതേസമയം ഒരു കപ്പി ഉപയോഗിക്കുമ്പോഴും നമുക്ക് ചില സൗകര്യങ്ങളുണ്ട്. ചലനത്തിന്റെ ദിശ മാറ്റിക്കൊണ്ട് അത് പ്രവർത്തനത്തെ കുറെ കൂടി ആയാസരഹിതമാക്കുന്നു എന്ന് മാത്രം.